ഏപ്രിൽ 12 വെള്ളിയാഴ്ച. യോഹന്നാൻ 6:1-15 വരെ വാക്യങ്ങൾ. യേശു ഗലീലി കടൽ കടന്നപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. ഒരു നല്ല ഇടയൻ എന്ന നിലയിൽ തൻ്റെ ശ്രോതാക്കൾ പട്ടിണി കിടക്കുന്നത് യേശു ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവൻ തൻ്റെ അപ്പോസ്തലന്മാരോട് പോയി ജനക്കൂട്ടത്തിന് എന്തെങ്കിലും വാങ്ങാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവിടെ ഒരു വലിയ ബഡ്ജറ്റ് പ്രശ്നമുണ്ട്. ഭാഗ്യവശാൽ ഒരു ആൺകുട്ടിയുടെ അടുക്കൽ 5 അപ്പവും 2 മത്സ്യവും ഉണ്ടായിരുന്നു. അവനത് പങ്കിടാൻ തയ്യാറായി. യേശു അത് അനുഗ്രഹിക്കുകയും ഇരട്ടിപ്പിക്കുകയും ചെയ്തു. എല്ലാവർക്കും തൃപ്തമായി ഭക്ഷണം കഴിക്കാൻ സാധിച്ചു. അതുമാത്രമല്ല, ബാക്കി 12 കൊട്ട അപ്പം അവശേഷിക്കുകയും ചെയ്തു. ശരിക്കും എന്തൊരു അത്ഭുതമാണ് നടന്നത്! നമ്മുടെ ദൈവം ഗുണനത്തിൻ്റെ, മൾട്ടിപ്ലിക്കേഷൻ്റെ ദൈവമാണ്. അവൻ തീരുമാനിച്ചാൽ ആരും പട്ടിണി കിടക്കില്ല. നമ്മുടെ ആത്മീയ ആവശ്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ശാരീരിക ആവശ്യങ്ങളിലും യേശു ശ്രദ്ധാലുവാണെന്ന് ഇന്നത്തെ വായന കാണിക്കുന്നു. ഒരു കുട്ടി ഭക്ഷണം വന്നെങ്കിൽ മിക്കവാറും ആൾക്കൂട്ടത്തിൽ പലരും ഭക്ഷണം കൊണ്ടുവന്നിരിക്കാം എന്ന് ചില ബൈബിൾ വ്യാഖ്യാതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ ആൺകുട്ടിയുടെ ഔദാര്യം കണ്ട് ഭക്ഷണം കൊണ്ടിരുന്ന ഓരോരുത്തരും തങ്ങളുടെ ഭക്ഷണം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോൾ നടന്ന അത്ഭുതമാണ് ഇത് എന്ന് പറയുന്നവരുമുണ്ട്. തീർച്ചയായും മനുഷ്യരാശിക്ക് മുഴുവനും ഭക്ഷണം നൽകാൻ ലോകത്തിന് മതിയായ വിഭവങ്ങളുണ്ട്. എന്നാൽ സമ്പത്തിൻ്റെ അസമത്വ വിതരണവും ചുരുക്കം ചിലരുടെ അത്യാഗ്രഹവുമാണ് പ്രശ്നം. ചില വികസിത രാജ്യങ്ങളിൽ വർഷാവർഷം പാഴായിപ്പോകുന്ന ഭക്ഷ്യവസ്തുക്കളുടെ വാർത്തകൾ പത്രങ്ങളിൽ വരാറുണ്ട്. അതേസമയം അവികസിത രാജ്യങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു. വ്യക്തമായും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുടെ ഒരു അഭാവം സമൂഹത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കാം. നമ്മുടെ നിധികൾ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നും അത് പങ്കിടാനുള്ളതാണെന്നും മനസ്സിലാക്കാം. പങ്കുവയ്ക്കാൻ നാം പരിശീലിക്കുമ്പോൾ യേശു വാഗ്ദാനം ചെയ്തതുപോലെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുക. നാം നൽകുന്നതിൻ്റെ 1000 മടങ്ങ് നമ്മിലേക്ക് മടങ്ങി വരികയും ചെയ്യും. ഒന്നും പാഴാകാതിരിക്കാൻ ശേഷിക്കുന്ന കഷ്ണങ്ങൾ ശേഖരിക്കുക എന്ന് യേശു പറഞ്ഞു. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം ഭക്ഷണം പാഴാക്കാൻ ശ്രമിക്കാതിരിക്കുക. മുഴുവനായിട്ട് അത് കഴിക്കുക. ഭക്ഷണവും മറ്റു വിഭവങ്ങളും സംരക്ഷിച്ച് ഭൂമിയെ സംരക്ഷിക്കാൻ നമ്മുടെ ഒരു കൈത്താങ്ങുണ്ടായിരിക്കട്ടെ. ഏറ്റവും വലിയ പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു യേശുനാഥൻ. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.